ചന്ദ്രമതി ചേച്ചി ഹായ് പറയുന്നുണ്ട്. ചേച്ചി നമസ്കാരം, എന്താണ് വിശേഷങ്ങളൊക്കെ? ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഞാനിങ്ങനെ നമ്മുടെ ചാവക്കാട് ടൗണിലേക്കൊന്ന് പതുക്കെ ഇറങ്ങിയതാണ്, ചെറിയൊരു കാര്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇതാണ് നമ്മുടെ ചാവക്കാട് നിന്നുള്ള, ഇപ്പം ചാവക്കാടല്ല, ചാവക്കാട് ഗുരുവായൂർ ഡയറക്ഷനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗുരുവായൂർ അമ്പലനടയിലൂടെ നമ്മൾ പാസ് ചെയ്ത് പോകും. ഗുരുവായൂർ അമ്പലനട നിങ്ങൾക്ക് കാണാൻ കഴിയും, അമ്പലനടയെ കാണാൻ കഴിയുള്ളൂ. ഗുരുവായൂർ അമ്പലം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, കാരണം അമ്പലത്തിന് അതിലെ നമുക്ക് ആക്സസ് ഇല്ല, വണ്ടി പോകാനായിട്ടുള്ള റോഡ് ഡയറക്ഷൻ ഇല്ല. എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ പറയൂ. കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിച്ചു എന്ന് പറയുന്നത്, ഇന്ന് എന്താണ് സ്പെഷ്യൽ ഫുഡ് എന്തെങ്കിലും ഉണ്ടോ? അതിനിടയിൽ ചെറിയൊരു കാര്യം ഞാൻ വിട്ടുപോയി. വണ്ടിയുടെ ചാവി ഇവിടെ വെച്ചു. അല്ലല്ല, ഞാൻ ഇപ്പോൾ പോകും, ഒരു കാര്യം നോക്കാൻ നിർത്തിയതാണ്. ഒരു ചെറിയ കോള് വന്നതിലേക്ക് മാറിപ്പോയതാണ്, സോറി. എൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? പലപ്പോഴും ഞാൻ ലൈവിൽ വരുമ്പോൾ ചില സമയത്ത് ശബ്ദത്തിന് പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. ഒരു ഇച്ചിരി നേരം നിർത്തിയിട്ടപ്പോൾ ഭയങ്കര ചൂട്. എന്ത് ചൂടെന്ന് പറയാ. എന്നിട്ട് ആരൊക്കെ ഇരിക്കുന്നവരെല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, വിശേഷങ്ങൾ പറയൂ. നിങ്ങളുടെ വിശേഷങ്ങളോടൊപ്പം കൂടെ ഇരിക്കാനാണ് നമ്മളിവിടെ ഉള്ളത്. അപ്പം നമ്മളുടെ ഒപ്പം നിങ്ങളും കൂടെ ചേർന്നാലാണ് വിശേഷങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റുക. പെരുന്നാൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ ഇല്ലേ? എന്താണ് നിങ്ങളുടെ ഒക്കെ വിശേഷങ്ങൾ പറയൂ. നമ്മളിങ്ങനെ വെറുതെ ഈ ലൈവിൽ നമ്മളോടൊപ്പം സുഹൃത്തുക്കൾ കൂടുമ്പോൾ വെറുതെ ലൈവ് കണ്ടു പോവുക എന്നതല്ലാതെ നിങ്ങൾക്കും എനിക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ നിങ്ങളും നിങ്ങളുടെ വാച്ചവേഴ്സും നമ്മുടെ വാച്ചവേഴ്സൊക്കെ കൂട്ടാൻ ശ്രമിച്ച് കൂടെ ചേർന്ന് ഒന്നിച്ച് മുന്നേറാം എന്നൊരു രീതിയിൽ നമ്മൾ എന്താവണം. എല്ലാവരുടെയും പരാതികളാണിപ്പോൾ. ലൈവുകളിലൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്, നമ്മൾ വിശേഷങ്ങൾ പങ്കുവെക്കുന്നുണ്ട്, എല്ലാവരുമായിട്ട് നമ്മൾ സൗഹൃദം പങ്കിടുന്നുണ്ട് എന്ന് എല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഒരാൾ പോലും നമ്മുടെ വീഡിയോകളെ കാണുന്നില്ല. എൻ്റെ ലൈവിൽ ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് ഓർമ്മപ്പെടുത്തി പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, നമ്മൾ ആരുടെയൊക്കെ ലൈവുകൾ കാണുന്നുണ്ടോ, ആർക്കൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടോ, മെഷീൻ നോട്ട് വർക്കിംഗ്, നോ പെട്രോളോ. പക്ഷെ പെട്രോൾ പമ്പിൽ പെട്രോൾ ഇല്ലാന്ന്. അപ്പം പിന്നെ എന്തിനാണ് ഞാൻ പെട്രോളിൽ പമ്പിൽ കയറിയത്? പെട്രോൾ അടിക്കാൻ കയറിയതാണ്, പക്ഷെ പെട്രോൾ പമ്പിൽ പെട്രോൾ ഇല്ല, ഓൺലി ഡീസൽ. അതിനെ നമുക്ക് പെട്രോൾ പമ്പ് എന്ന് വിളിക്കണോ ഡീസൽ പമ്പ് എന്ന് വിളിക്കണോ? സുഹൃത്തുക്കളെല്ലാവരും ഒന്ന് ഓടി ഓടി വന്നാൽ നമുക്ക് കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ ഇരിക്കാം. അതിനോടൊപ്പം തന്നെ നമുക്കും നിങ്ങൾക്കും ഗുണങ്ങളുള്ള കുറച്ച് കാര്യങ്ങളെ നമ്മൾക്ക് സംസാരിക്കാം.